യെസ്. എന്തായാലും ഇത് ആളുകൾ കൂടെയുള്ള യാത്രക്കാർ അറിയുന്നു. പിന്നെ കാര്യമായി തന്നെ അദ്ദേഹത്തിന് കിട്ടി കമ്പാർട്ട്മെൻറ്റിനകത്ത് വെച്ച് തന്നെ അല്ലേ? പുള്ളിയെ അതായത് ഈ കുഞ്ഞിന്റെ അമ്മയൊക്കെ പുള്ളീനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആള് ചെയ്തത് അത്രയും വലിയൊരു തെറ്റാണ്. അവര് നല്ല ടയേർഡ് ആയതുകൊണ്ട് അവർ അറിഞ്ഞിട്ടില്ല, കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് അറിഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു പൊടി കുഞ്ഞാണ്, 5 വയസ്സ് കണ്ടാൽ അതിന് 5 വയസ്സ് പോലും പ്രായം പറയില്ല കുഞ്ഞിനെ. പക്ഷെ എന്റെ അടുത്തിരുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ട് പുള്ളിയത് ഞാൻ കരുതിയതൊരു ചേട്ടനാകുമ്പോൾ അയാള് പ്രതികരിക്കും അല്ലെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആളത് റിയാക്ട് ചെയ്യാതെ വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാനത് പ്രതികരിച്ചത് കൊണ്ട് ആ കുഞ്ഞിന് ജീവനോടെ ഇരിക്കുന്നുണ്ട്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം മാക്സിമം ശിക്ഷ ആ പ്രതിക്ക് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ പോലീസുകാർക്ക് ചെയ്തു. ഇന്നലെ ഞാൻ മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, പുനലൂർ പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രതിക്കെതിരെയുള്ള. പോലീസിന്റെ ഭാഗത്തുനിന്ന് തൃപ്തികരമായ ഒരു ആക്ഷനൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു തെറ്റാണ് പ്രതി ചെയ്തേക്കുന്നത്. നാളെ ഒരാൾക്ക് ഈ ഒരു അവസരം വരാതിരിക്കട്ടെ. പോലീസുകാരെല്ലാം അത്രയും നല്ല സപ്പോർട്ടായിരുന്നു. യെസ്, എന്തായാലും വീണ ആ സമയോചിതമായി ഇടപെടുന്നു. ആ ദൃശ്യങ്ങൾ എടുത്തത് കൊണ്ടാണ് വലിയൊരു കുറ്റകൃത്യത്തിൽ ഒരു പക്ഷേ വലിയൊരു ദുരനുഭവം ആ കുഞ്ഞിനുണ്ടാകാമായിരുന്നു. ഇപ്പോൾ വീണ തന്നെ സൂചിപ്പിച്ചതുപോലെ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ വേണമെങ്കിൽ അയാൾക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം. വലിയൊരു ദുരന്ത വാർത്ത പിന്നീട് നമ്മൾ കേൾക്കേണ്ടി വരുമായിരുന്നു. അതില്ലാതെ പെട്ടെന്ന് അതിനകത്തൊരു ഇടപെടൽ നടത്തി കുട്ടിയെ രക്ഷിക്കാൻ കൂടി വീണക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രാത്രികളിലൊക്കെ ഇപ്പോൾ ഒരു അർദ്ധരാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ലോണം ആളുകൾ, കൂടെയുള്ള ആളുകൾ ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ നന്നായി ഒരു ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളൊരു സന്ദേശം കൂടി നൽകുന്നുണ്ടല്ലേ ഈ സംഭവം? ഉറപ്പായിട്ടും. കാരണം രാത്രിയിലുള്ള ട്രെയിൻ, അതായത് ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ്. പിന്നെ ഉറങ്ങിയും കൂടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് വേണ്ടുന്ന ഒരു സുരക്ഷ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. മാത്രമല്ല ഇത് കണ്ട് പ്രതികരിക്കാതിരിക്കാതെ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വീണ. എന്തായാലും വളരെ സ്തുത്യർഹമായ ഒരു കൃത്യമാണ് വീണയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പിടികൂടാൻ സഹായിക്കുക കൂടിയാണ് വീണ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ വീണ കണ്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വീണയുടെ മൊബൈലിൽ ആ ദൃശ്യങ്ങൾ പകർത്തിയില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് അയാളുടേതായ ന്യായങ്ങൾ ചമഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. വലിയ അപകടത്തിൽ ആ കുട്ടി പെടുമായിരുന്നു. എന്തായാലും ആ ഒരു സമയോചിതമായ ഇടപെടൽ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തന്നെയാണുള്ളത്. നന്ദി വീണ പ്രതികരിച്ചതിന്.